ആവേശമാണ് ബോച്ചേട്ടി. ഹലോ, ഔഷധമാണ് ബോച്ചേട്ടി. ഉന്മേഷമാവാം. ഈ സേവനം അബൂക്കയ്ക്കൊരു അതിജീവനമാണ്. ചൂരൽമല വഴി കടന്നു പോകുന്നവരെ എല്ലാം വിളിച്ച് ചായ കൊടുക്കും, തമാശകൾ പറയും, എല്ലാവർക്കും ഒരു ചിരി സമ്മാനിക്കും. എന്നാൽ അബൂക്കയ്ക്ക് അതൊരു മറച്ചുവെക്കലാണ്. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ഉള്ളുപൊട്ടുമ്പോഴും അത് ഓർക്കാതിരിക്കാൻ നോക്കുകയാണ്. അത് ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 40 വർഷമായി. ഈ 40 വർഷമായിട്ട് അന്ന് മുതൽ ഞാൻ കാണുന്ന ആളുകൾ, എന്നെ ചെറുപ്പം മുതൽ പിന്നെ ഞാൻ കാണുന്ന കുട്ടികൾ, വലിയ വലിയ ആളുകൾ, ഇവരായിട്ടൊക്കെ എനിക്ക് ബന്ധങ്ങൾ കൂടുതലാണ്. ഇത്രയും ആളുകൾ പോയത് എൻ്റെ സ്വന്തക്കാരല്ലെങ്കിൽ സ്വന്തത്തിനെക്കാട്ടും ബന്ധങ്ങളായി കഴിയുന്ന അത്രയും ആളുകൾ, അത്രയും ഇതുള്ള അവർ പോയപ്പം നല്ല വേദന ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതും അല്ലാതെ അത് മറക്കാം. ആ വിഷമം മറക്കാനാണ്, ആ വിഷമം മറക്കാനാണ് ഇങ്ങനെ എല്ലാവരും കാണുന്നവരോട് ചിരിച്ചു കളിച്ച് ഓരോ ചായലാക്കി കൊടുത്തു. ചൂരൽമലയിൽ വർഷങ്ങളായി പഞ്ചർ കട നടത്തുന്ന അബൂബക്കറിനെ അറിയാത്തവർ ചുരുക്കമാണ്. അബൂക്കയ്ക്കും എല്ലാവരെയും അറിയാം. എന്നാൽ ഒരു രാത്രിക്കിപ്പുറം എല്ലാം ഇല്ലാതായെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആവുന്നില്ല. നമുക്കെന്താ പറയാന്ന് വെച്ചാൽ, ആരെങ്കിലും ഇത് കാണുന്ന ജാതിയും മതവും നോക്കാതെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഇത് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമായിപ്പോയി. അത് മറക്കാനാണ് ഞാൻ എല്ലാവരും ചിരിച്ചു കളിച്ച് ബോച്ചേട്ടിന്ന് അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഒരു തമാശ രീതിയിൽ എല്ലാവരും കളി ചിരിച്ചു കളിച്ചു. ഇനിയിപ്പോൾ നിങ്ങളെ കൂടുതൽ പോയാൽ നമ്മളൊരു മുഖതയിലേക്ക് വീണ്ടും തിരിച്ചു വരും. നമ്മുടെ ജീവിതത്തിന്റെ 3/4 ഭാഗവും ഇവിടെ നമ്മൾ ചെലവാക്കിയത് ഇത്രയും ആളുകളായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അതാലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ വിഷമം നമ്മളെ ബാക്കിയുള്ളവരൊക്കെ പോയല്ലോ എന്നുള്ളത്. ഉള്ളിലെ മുറിവ് ഉണങ്ങുന്നില്ലെങ്കിലും പുറമേ ചിരിച്ചുകൊണ്ട് അബൂക്ക നൽകുന്നത് ഒരു സന്ദേശമാണ്: ഈ കെട്ട കാലത്തെയും അതിജീവിക്കണമെന്ന്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.